പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിലബസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ ബാക്കി എല്ലാ സിലബസുകളും നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സിലബസിൽ തൊട്ട് താഴെയുള്ള എല്ലാ സിലബസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ സിലബസിലെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള ഫോറസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം 6 മാർക്കിനാണ് ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എക്സാമിന് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്മുടെ ഒന്നാമത്തെ ഫോറസ്റ്റ് എന്ന് പറയുന്ന സിലബസിലെ ഫോറസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ബാക്കി നമ്മുടെ താഴോട്ടുള്ള നമ്മുടെ സിലബസുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോസും കൂടി കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് വലിയ പാടുള്ള സ്പെഷ്യൽ ടോപ്പിക്കല്ല, പക്ഷേ എന്താണ് അത് ഭയങ്കര പാടാണ് എന്താണൊക്കെ പറഞ്ഞിട്ട് ഒരു അറിയാമല്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വലിയ പാടുള്ള ഇതല്ല, ചുമ്മാ നമ്മുടെ സ്റ്റുഡൻസിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. പല നമ്മുടെ യൂട്യൂബ് വീഡിയോസും കണ്ടിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ പഠിച്ചാലേ കിട്ടുള്ളൂ, ഇങ്ങനെ പഠിച്ചാലേ കിട്ടുള്ളൂ. നിങ്ങളെ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ജോലി വേണമെന്ന് ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഫോറസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ 20 മാർക്കാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 6 മാർക്ക് ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് കൂടെ കഴിഞ്ഞ ഉടനെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫോറസ്റ്റ് കണ്ടല്ലോ, ഒരു കാടിൻ്റെ ഫോട്ടോയാണ്. നിങ്ങൾ നമ്മുടെ അഗസ്ത്യാർകൂടം പോയിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾ ഏതെങ്കിലും കാടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് മനുഷ്യജീവനെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വലിയ എന്താ പറയുക, നമ്മൾ ഓവർ ടൈറ്റ് പിടിച്ചിരിക്കേണ്ട കാര്യമില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിന് വനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഭൂമിയുടെ ഒരു ജീവൻ, നമ്മുടെ ജീവിതമായാലും സാധാരണ ചെറിയ ജീവിവർഗങ്ങളുടെ ആയാലും ഓക്കെ, അതിൻ്റെയൊക്കെ നിലനിൽപ്പിന് ആര് പങ്ക് വഹിക്കുന്നു, നമ്മുടെ വനങ്ങൾ പങ്ക് വഹിക്കുന്നു. അറിയാമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. ലോകത്തിലെ 80% മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥ എവിടെയാണ്, വനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ എന്താണ്, വനങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ചില രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വനങ്ങൾ കൂടി വരുന്നും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ 80% മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥ എവിടെയാണ്, അത് വനങ്ങളാണ്. മനുഷ്യനും പണ്ട് എവിടെയായിരുന്നു, വനങ്ങളിൽ ആയിരുന്നു. ഓക്കെ, വനങ്ങൾ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ്. അറിയാമല്ലോ, പലതരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങൾ എവിടെയുണ്ട്, നമ്മുടെ കാടുകളിലുണ്ട്. അപ്പോൾ ആ ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണെന്ത്, നമ്മുടെ വനങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അടുത്ത് സങ്കീർണമായ ഒരു ആവാസ വ്യവസ്ഥയാണ് വനം. പലതരത്തിൽ പറഞ്ഞല്ലോ, അങ്ങനെയുള്ളൊരു ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ വനമെന്ന് പറയുന്നത്. മരങ്ങൾ ആധിപത്യം പുലർത്തുന്ന ഒരു പ്രദേശമാണ് വനം. വനത്തിൽ എന്താണ് പൂർണ്ണമായി ഏകദേശം ഒരു 100% എന്തായിരിക്കും, വനങ്ങളെന്ന് പറയുമ്പോൾ അവിടെ മരങ്ങളായിരിക്കും. മരങ്ങളുടെ ആധിപത്യമായിരിക്കും എവിടെയുള്ളത്, നമ്മുടെ വനങ്ങളിൽ ഉള്ളത്. മരങ്ങളും കുറ്റിച്ചെടികളും ഔഷധ സസ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ വനം. അപ്പോൾ മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധ സസ്യങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആവാസ വ്യവസ്ഥയാണെന്ത്, നമ്മുടെ വനമെന്ന് പറയുന്നത്. ഈ നമ്മുടെ ഔഷധ സസ്യങ്ങളും ഉണ്ട്, നമ്മളെന്താണ് വിഷച്ചെടികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഔഷധ സസ്യങ്ങൾ പറയുമ്പോൾ അതും പറയണല്ലോ. ഓക്കെ, നമ്മുടെ ഇൻടു ദി വൈൽഡ് എന്ന് പറയുന്ന പ്രശസ്തമായ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു സിനിമയിൽ കണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഇൻടു ദി വൈൽഡ് ആ ഒരു ക്യാരക്ടർ മരിക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു വിഷച്ചെടി ഭക്ഷിച്ചാണ് മരിക്കുന്നത്. നല്ലൊരു സിനിമയാണ്, കാണാത്ത എന്ത് ചെയ്യുക, അതൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ മരങ്ങളും കുറ്റിച്ചെടികളും ഔഷധ സസ്യങ്ങളും എല്ലാം എവിടെയുണ്ട്, നമ്മുടെ ആ ഒരു വനം എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥയിലുണ്ട്. നിങ്ങളൊരു വനത്തിൽ കൂടി സഞ്ചരിക്കുകയാണ്, അപ്പോൾ അവിടെ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ വിചാരിച്ച് പഠിക്കുക, വലിയ കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, അടുത്ത് ഭക്ഷ്യ കാർഷിക സംഘടന FAO പ്രകാരമുള്ള വനത്തിൻ്റെ നിർവചനം. അപ്പോൾ നമ്മുടെ ഭക്ഷ്യ കാർഷിക സംഘടന FAO അവർ നമ്മുടെ വനത്തിന് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. എന്താണ്, 10%-ലധികം വിസ്തീർണവും 0.5 ഹെക്ടറിലധികം വിസ്തൃതിയുമുള്ള മരങ്ങളാൽ മൂടപ്പെട്ട പ്രദേശം. ശ്രദ്ധിക്കുക, എന്താണ് 10%-ലധികം, എത്രയാണ്, 10%-ലധികം
വിസ്തീർണവും അതേപോലെ തന്നെ 0.5 ഹെക്ടറിലധികം വിസ്തൃതിയുമുള്ള മരങ്ങളാൽ മൂടപ്പെട്ട പ്രദേശത്തെ എന്തെന്ന് പറയുന്നു? അതിനെ നമ്മൾ വനമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ 10% വിസ്തീർണവും 0.5 ഹെക്ടറിലധികം വിസ്തൃതിയുമുള്ള മരങ്ങളാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ മൂടപ്പെട്ട പ്രദേശത്തെ നമുക്ക് എന്തെന്ന് പറയുന്നു? അതിനെ FAO ഭക്ഷ്യ കാർഷിക സംഘടന അവരുടെ നിർവചന പ്രകാരം എന്തെന്ന് പറയാം? നമുക്ക് വനമെന്ന് പറയാം. അപ്പോൾ അതല്ലാത്തവ എന്തല്ല? വനം അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിർവചന പ്രകാരമാണെന്ത്? ഒരു വനത്തിനെ വനമാണോ അല്ലയോ എന്ന് കണക്കാക്കുന്നു. ഓക്കെ, 10% വിസ്തീർണവും 0.5 ഹെക്ടറിലധികം വിസ്തൃതിയുമുള്ള നമ്മുടെ മരങ്ങളാൽ മൂടപ്പെട്ട പ്രദേശത്തെ നമ്മൾ വനമെന്ന് പറയുന്നു. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത്, വനത്തെക്കുറിച്ചുള്ള എല്ലാ നിർവചനങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ളത് വൃക്ഷങ്ങളുടെ സാന്നിധ്യമാണ്. എടാ, വനം എന്ന് പറയുമ്പോൾ അവിടെ ആര് കാണും? നമുക്കറിയാം, അവിടെ നമ്മുടെ വൃക്ഷങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ വനം എന്ന് പറയുമ്പോൾ അവിടെ ആര് കാണും? നമ്മുടെ വൃക്ഷങ്ങൾ ഉറപ്പായിട്ടും കാണുമെന്ന് അറിയാം. ഇതൊക്കെ അറിയാമെന്നുള്ള കാര്യമാണ്. ഓക്കെ, അടുത്ത്, പ്രധാനമായും 3 വിധത്തിലാണ് വനങ്ങളെ നിർവചിച്ചിരിക്കുന്നത്. എടാ, വനങ്ങളെ പ്രധാനമായിട്ടും ഇതൊക്കെ ഞാൻ പറയാൻ പറഞ്ഞു, നമ്മുടെ എല്ലാ വീഡിയോ തുടങ്ങുമ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങളൊരു ബുക്കും പേനയും അല്ലെങ്കിൽ ഒരു പേപ്പറും പേനയായിട്ടിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ നിൽക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു നോട്ട്ബുക്കിൽ നിങ്ങളുടെ രീതിയിൽ, ഇപ്പോൾ ചെറിയ 2 വാക്കുകളിലായിരിക്കും. ഇപ്പോൾ പ്രധാനമായും 3 വിധത്തിൽ വനങ്ങളെ, അപ്പോൾ ജസ്റ്റ് 3 ഇട്ടിട്ട് അത് ജസ്റ്റ് എഴുതി. ഓക്കെ, അങ്ങനെ എഴുതി വെച്ചേക്കുക. അതേപോലെ തന്നെ വീഡിയോ കണ്ട അവസാനം അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരമായിട്ട് നിങ്ങൾ എപ്പോഴാണോ, നിങ്ങൾ രാവിലെ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ചെറിയൊരു നോട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കൂടുതൽ അറിവ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പ്രധാനമായും 3 വിധത്തിലാണ് വനങ്ങളെ നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ വനങ്ങൾ എത്ര വിധത്തിലുണ്ട്? 3 വിധത്തിലുണ്ട്. അവ ഏതൊക്കെയാണ്? അതിലൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയും, രണ്ടാമത്തേത് ലാൻഡ് യൂസ്ഡ് എന്ന് പറയും, മൂന്നാമത്തേത് ലാൻഡ് കവർ എന്ന് പറയും. എടാ, പ്രധാനമായിട്ട് 3 വിധത്തിലാണ് നമ്മളെ വനങ്ങളെ നിർവചിച്ചത്. എത്ര വിധത്തിലാണ്? 3 വിധത്തിലാണ് വനങ്ങളെ നിർവചിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ്, ലാൻഡ് യൂസ്ഡ്, ലാൻഡ് കവർ. ഓക്കെ, അപ്പോൾ ALL അഡ്മിനിസ്ട്രേറ്റീവ്, ലാൻഡ് യൂസ്ഡ്, ലാൻഡ് കവർ. ഇങ്ങനെയാണ് നമ്മൾ വനങ്ങളെ നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പിക്ചർ വഴി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് നിർവചനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ നിയമപരമായ പദവിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു വനത്തിൻ്റെ ഒരു സ്ഥലം ഉണ്ട്, ആ ഒരു സ്ഥലത്തിൻ്റെ നിയമപരമായ ഒരു പദവിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് നിർവചനം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു വനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് നിർവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്ഥലത്തിൻ്റെ നിയമപരമായ പദവിയുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അടുത്ത് നമ്മുടെ ലാൻഡ് യൂസ് എന്ന് പറയുന്നത് എന്താണ്? തടി ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം വനമെന്ന് കണക്കാക്കുന്നത് ലാൻഡ് യൂസ് നിർവചന പ്രകാരമാണ്. ഞാൻ ഒരു ഫോട്ടോ കണ്ടല്ലോ, ആ ഒരു ഫോട്ടോ അങ്ങ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു തടി ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം, ആ ഒരു സ്ഥലം വനമെന്ന് കണക്കാക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു സ്ഥലത്തെ ലാൻഡ് യൂസ് നിർവചന പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ തടി ഉൽപാദനത്തിന് വിനിയോഗിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് തടി എന്ത് ചെയ്യുന്നുണ്ട്? തടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലം വനമെന്ന് കണക്കാക്കുന്നത്, ആ ഒരു സ്ഥലം വനമെന്ന് എങ്ങനെ കണക്കാക്കുന്നു? അത് കണക്കാക്കുന്നത് അവിടത്തെ ലാൻഡ് യൂസ് നിർവചന പ്രകാരമാണ്. എത്രയധികം ആ ലാൻഡ് യൂസ് ചെയ്ത് അത് ആ ഒരു ഇതിലാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു നിർവചന പ്രകാരമാണ് കണക്കാക്കുന്നത്. ഓക്കെ, അടുത്ത് മരങ്ങൾ കാണപ്പെടുന്ന സ്ഥലം വനമെന്ന് കണക്കാക്കുന്നത്. അപ്പോൾ കുറേ മരങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുന്നില്ല? വനം ആകുന്നില്ല. അപ്പോൾ മരങ്ങൾ കാണപ്പെടും, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കണക്കിൻ്റെ കാര്യം പറഞ്ഞു, 10%, 0.5 ഹെക്ടർ. ഓക്കെ, അപ്പോൾ മരങ്ങൾ കാണപ്പെടുന്ന സ്ഥലം വനമെന്ന് കണക്കാക്കുന്നത് എന്ത് നിർവചന പ്രകാരമാണ്? അത് ലാൻഡ് കവർ നിർവചന പ്രകാരമാണ്.
ശ്രദ്ധിക്കുക, മരങ്ങൾ കാണപ്പെടുന്ന സ്ഥലം. ഒരു സ്ഥലത്ത് മരം കാണപ്പെടുന്നുണ്ട്, അപ്പോൾ അത് വനമാണോ അല്ലയോ, അല്ലെങ്കിൽ വനം എന്ന് കണക്കാക്കുന്നത് എങ്ങനെയാണ്? അത് ലാൻഡ് കവർ നിർവചന പ്രകാരമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് മരങ്ങൾ കാണപ്പെടുന്നു, അപ്പോൾ മരങ്ങൾ കാണപ്പെടുന്ന സ്ഥലം അത് വനമാണ് എന്ന് കണക്കാക്കുന്നത് എങ്ങനെയാണ്? അത് ലാൻഡ് കവർ നിർവചന പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയുന്നത്. മൂന്ന് രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത് വരുന്നത് ഫോറസ്റ്റ് ലെയറുകളെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ പറയുന്നത് എന്താണ്? ഫോറസ്റ്റ് ലെയറുകളെ പ്രധാനമായിട്ട് 3 വിധത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. അടുത്ത് പറയുന്നത് എന്താണ്? ഫോറസ്റ്റ് ലെയറുകളെ. അപ്പോൾ ഫോറസ്റ്റ് ലെയറുകളെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3 തരംതിരിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോഴും മനസ്സിലാവും. ഏതൊക്കെയാണ്? ഫോറസ്റ്റ് ഫ്ലോറ്, അണ്ടർ സ്റ്റോറി, കനോപ്പി. അപ്പോൾ ഫോറസ്റ്റിൽ ഒരു ലെയറുകളുണ്ട്, ആ ലെയറുകളെ 3 തരംതിരിച്ചിട്ടുണ്ട്. അത് ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതൊക്കെയാണ്? ഫോറസ്റ്റ് ഫ്ലോറ്, പിന്നെന്താണ്? അണ്ടർ സ്റ്റോറി, പിന്നെന്താണ്? കനോപ്പി. ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. കനോപ്പി കണ്ടല്ലോ, ഇതാണ് കനോപ്പി. എനിക്ക് തൊട്ട് താഴെ കാണുന്നത് അണ്ടർ സ്റ്റോറി, ഏറ്റവും മുകളിൽ എമർജൻറ്റ് ലെയർ. അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഫോറസ്റ്റ് ഫ്ലോറും അണ്ടർ സ്റ്റോറി, കനോപ്പി. ഓക്കെ, അപ്പോൾ ഫോറസ്റ്റ് ഫ്ലോറ്, അണ്ടർ സ്റ്റോറി, കനോപ്പി. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളത്. കണ്ടല്ലോ, കനോപ്പി, അണ്ടർ സ്റ്റോറി, ഫോറസ്റ്റ് ഫ്ലോർ. അപ്പോൾ ഫോറസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെയുള്ളത്, അണ്ടർ സ്റ്റോറി തൊട്ട് മുകളിൽ, കനോപ്പി ഏറ്റവും മുകളിൽ. അപ്പോൾ ഇതിൽ എന്താണ് ഫോറസ്റ്റ് ഫ്ലോർ എന്നൊക്കെ നമുക്ക് അടുത്ത പോയിന്റിൽ നോക്കാം. ഓക്കെ, അപ്പോൾ വൃക്ഷങ്ങളുടെ അഴുകിത്തുടങ്ങിയ ഇലകളും ഭാഗങ്ങളും കാണപ്പെടുന്ന വനത്തിൻ്റെ ഫോറസ്റ്റ് ഫ്ലോറിലാണ്. നമ്മൾ നമ്മളിപ്പോൾ വനത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ഇലകളുടെ മുകളിൽ കൂടിയാണല്ലോ നടന്നു പോകുന്നത്. അത് നമ്മുടെ ഫോറസ്റ്റ് ഫ്ലോറിലാണ്, ഏറ്റവും മുകളിലുള്ള പ്രദേശം. ഓക്കെ, നമ്മളെ ക്രസ്റ്റ്, മാൻഡിൽ, കോർ, ഭൂമിയുടെ ഘടന അറിയാമല്ലോ. അതിൽ ക്രസ്റ്റ് ആ ഒരു ഇതിൽ എന്ത് കണക്കാക്കുക? അതാണ് ഫോറസ്റ്റ് ഫ്ലോർ പോലെ കണക്കാക്കുകയും. ഓക്കെ, അപ്പോൾ വൃക്ഷങ്ങളുടെ അഴുകിത്തുടങ്ങിയ ഇലകളും ഭാഗങ്ങളും കാണപ്പെടുന്നത് നമ്മുടെ വനത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഏരിയയിലാണ്. അതിനെ നമ്മൾ എന്തെന്ന് പറയും? നമ്മളതിനെ ഫോറസ്റ്റ് ഫ്ലോർ എന്ന് പറയും. ഇതാ കണ്ടല്ലോ, ഈ ഒരു ഫോട്ടോ കണ്ടല്ലോ, അത് കാണുമ്പോൾ മനസ്സിലാവും. അടുത്ത് കുറ്റിച്ചെടികളും ചെറുവൃക്ഷങ്ങളും കാണപ്പെടുന്നത് വനത്തിൻ്റെ അണ്ടർ സ്റ്റോറി ലെയറിലാണ്. അപ്പോൾ കുറച്ചും കൂടി മുകളിലുള്ള ഭാഗം. അപ്പോൾ കുറ്റിച്ചെടികളും ചെറുവൃക്ഷങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ്? അത് വനത്തിൻ്റെ അണ്ടർ സ്റ്റോറി ലെയറിലാണ്, തൊട്ട് മുകളിലുള്ള ഭാഗം. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ടത് വനങ്ങളുടെ പ്രാധാന്യമാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അത് നമ്മുടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ ഫോറസ്റ്റ് ലെയറുകളെ 3 തിരിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഫ്ലോർ, അണ്ടർ സ്റ്റോറി, കനോപ്പി. ഇത് മനസ്സിലായല്ലോ. ഇതാണ് ഫോറസ്റ്റ് ഫ്ലോർ, തൊട്ട് മുകളിൽ അണ്ടർ സ്റ്റോറി, മുകളിൽ കനോപ്പി. ഇതിൽ വേറെ ഒന്നും പറയാനില്ല, സിമ്പിൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത് വനങ്ങളുടെ പ്രാധാന്യമാണ്. നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിട്ട് കാര്യമില്ല, പിന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാമെന്നുള്ള പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടഫായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? പിന്നെയും പറഞ്ഞ് പോവാം. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് വനങ്ങളുടെ പ്രാധാന്യമാണ്. അപ്പോൾ ഒരു വനത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് അത് നമുക്ക് നോക്കാം. ശ്വസിക്കുന്ന ഓക്സിജൻ മുതൽ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ വരെ വനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. നമുക്കറിയാമല്ലോ, ശ്വസിക്കുന്ന ഓക്സിജൻ എവിടെ നിന്ന് കിട്ടും? വനത്തിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങൾ, ഇന്ധനങ്ങളായാലും പല കാര്യം നമ്മൾ ദൈനംദിന ജീവിതത്തിന് വേണ്ട, അല്ലെങ്കിൽ ഒരു സംരംഭമാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ വനത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ദ യൂസസ് ഓഫ് ഫോറസ്റ്റ് പലതരത്തിലുള്ള നമ്മളെ പണ്ട് കാലം നമ്മളെന്ത് കൊച്ചു ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ കുറേ കണ്ടിട്ടുള്ളതാണ്. ഫോറസ്റ്റിൻ്റെ അറിയാമല്ലോ, ഇത് വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇത് വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇത് എന്തോ വലുതായിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് വലിയ പാടുള്ള സ്പെഷ്യൽ ടോപ്പിക് അല്ല. ചെറിയ ടേംസ് നമുക്കൊരു കൺഫ്യൂഷൻ വരും, അത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ചാടിക്കയറി ഓരോ കോഴ്സുകൾ എടുക്കുന്നത്. ആ കോഴ്സ് എടുത്തിട്ട് അതിൻ്റെ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാകും. അറിയാമല്ലോ, അത് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. കുറേ ആൾക്കാർക്ക് അങ്ങനെ പറ്റിക്കാണും. ഓക്കെ, അപ്പോൾ ചിലർ ചെന്ന് പെട്ടുപോയിട്ട് ചില കോഴ്സുകൾ എടുക്കും, ചിലർ പെട്ടുപോയിട്ട് എന്ത് ചെയ്യും? ആരോട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അവരുടെ പൈസയും പോകും. ഓക്കെ, അത് നമുക്ക് പിന്നെ ഒരു സമയത്ത് പറയാം. അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഇറക്കാം. ഓക്കെ, ദ യൂസസ് ഓഫ് ഫോറസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത് ഭൂമിയുടെ ശ്വാസകോശമായ വനങ്ങൾ വായു ശുദ്ധീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഭൂമിയുടെ ശ്വാസകോശമാണ് നമ്മുടെ വനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും? അത് വായുവിൻ്റെ ശുദ്ധീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു.
അടുത്ത് വനത്തെ അടിസ്ഥാനമാക്കിയുള്ള ജലവിധാനങ്ങൾ, നദികൾ, അരുവികൾ, തടാകങ്ങൾ എന്നിവ ജലത്തിൻ്റെ നിർണായക ഉറവിടങ്ങളാണ്. വനത്തിൽ നിന്ന് വരുന്ന നമ്മുടെ ജലവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ നദികൾ, അരുവികൾ, തടാകങ്ങൾ, ഇതൊക്കെ എന്താണ് നമ്മുടെ ജലം ലഭിക്കുന്ന പ്രധാന ഉറവിടങ്ങളാണ്. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് പല നദികളും ഉത്ഭവിക്കുന്നുണ്ടല്ലോ, അതിൽ നിന്നാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ജലം കിട്ടുന്നതും. അതൊക്കെ എന്താണ്, അത് ഈ പറഞ്ഞ പോയിന്റിന് ഉദാഹരണങ്ങളാണ്. നമ്മുടെ വനത്തിൽ നിന്നാണ് ഇതൊക്കെ ഉത്ഭവിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റാണ് സൂര്യൻ്റെ വികിരണങ്ങൾ ആഗിരണം ചെയ്യുന്നതിനും താപനില കുറയ്ക്കുന്നതിനും നമ്മുടെ എന്ത് ചെയ്യുന്നു, വനങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ സൂര്യൻ്റെ വികിരണം ആഗിരണം ചെയ്യുന്നതിനും അതേപോലെ തന്നെ താപനില, നമ്മുടെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനും ആര് സഹായിക്കുന്നു, വനങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ വനങ്ങളുടെ ഇമ്പോർട്ടൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ പറയുന്നത്. അടുത്ത് അവ അന്തരീക്ഷ താപനിലയെ ബാഷ്പീകരണത്തിലൂടെയും കാറ്റിലൂടെയും നിയന്ത്രിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ അന്തരീക്ഷ താപനില അതേപോലെ തന്നെ കാറ്റിലൂടെ നിയന്ത്രിക്കുന്നു. ഈ ഒരു പോയിന്റ് കറക്റ്റായിട്ട് നമ്മൾ വരുന്ന നമ്മുടെ പോയിന്റിൽ നമ്മളത് പറയും. എങ്ങനെയൊക്കെയാണ് നമ്മളെ വനങ്ങൾ നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെ എന്ത് ചെയ്യും, നമ്മൾ വരുന്ന പോയിന്റിലൂടെ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അന്തരീക്ഷ താപനിലയെ അതേപോലെ തന്നെ താപനിലയെ ബാഷ്പീകരണത്തിലൂടെയും കാറ്റിലൂടെയും ആര് നിയന്ത്രിക്കുന്നു, നമ്മുടെ വനങ്ങൾ നിയന്ത്രിക്കുന്നു. ഓക്കെ, അടുത്ത് ജലവിധാനം നിലനിർത്താനും തണുത്ത കാലാവസ്ഥ നിലനിർത്താനും ഇവ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ പശ്ചിമഘട്ടം അതേപോലെ തന്നെ ചെറിയ വനമേഖലകൾ, നമ്മുടെ പെരിയാർ അതേപോലെയുള്ള വനമേഖലകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയിൽ നല്ല ചൂടായിരിക്കും, പക്ഷേ നമ്മുടെ വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്തായിരിക്കും, നല്ല തണുപ്പായിരിക്കും, തണുത്ത കാലാവസ്ഥയായിരിക്കും. ഓക്കെ, അപ്പോൾ ജലവിധാനം നിലനിർത്താനും തണുത്ത കാലാവസ്ഥ നിലനിർത്താനും എന്ത് സഹായിക്കുന്നു, നമ്മുടെ വനങ്ങൾ സഹായിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, സിമ്പിളാണ്. ഓക്കെ, അടുത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്തുകൊണ്ട് വനങ്ങൾ ആവാസ വ്യവസ്ഥയെ പരിപാലിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ആരാണ്, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആരാഗിരണം ചെയ്യും, നമ്മുടെ വനങ്ങൾ ആഗിരണം ചെയ്യും. എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് വഴി, അറിയാലോ, ഫോട്ടോസിന്തസിസ് വഴിയാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്തുകൊണ്ട് വനങ്ങൾ എന്ത് ചെയ്യുന്നു, വനങ്ങൾ ആവാസ വ്യവസ്ഥയെ പരിപാലിക്കുന്നു. ഓക്കെ ആണല്ലോ, ഇതൊക്കെയാണ് വനത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ലൈഫിൽ വനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സിമ്പിളാണല്ലോ, വളരെ സിമ്പിളാണ്. ഓക്കെ, അടുത്ത് വനങ്ങൾ കൊണ്ടുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ നേട്ടങ്ങൾ. അപ്പോൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വനങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രത്യക്ഷത്തിലുള്ള നേട്ടങ്ങൾ എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഭക്ഷണമാണ്. എന്താണ്, ഭക്ഷണമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുക, കായ്കനികൾ, ഔഷധങ്ങൾ, തേൻ തുടങ്ങിയ പല ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങളും വനങ്ങളിൽ നിന്നും ലഭിക്കുന്നു. വനശ്രീ എന്ന് പറയുന്ന പദ്ധതി നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല. വനശ്രീ എന്ന് പറയുന്ന പദ്ധതി അതെന്താണ് എന്നറിയാമെന്നുള്ളൊരു താഴെ കമൻറ്റ് ചെയ്യുക. വനശ്രീ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. എന്താണ് വനശ്രീ? അപ്പോൾ കായ്കനികൾ, ഔഷധങ്ങൾ, തേൻ തുടങ്ങിയ പല ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങളും വനത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു, മനുഷ്യന് ലഭിക്കുന്നു. വനമേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രധാന ഭക്ഷണം അവിടെ നിന്നും ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. അറിയാലോ, മനുഷ്യനും മൃഗങ്ങൾക്കും ഒരുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ ആര് പ്രദാനം ചെയ്യുന്നു? വനം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കായ്കനികൾ, ഔഷധ സസ്യങ്ങൾ അല്ലെങ്കിൽ ഔഷധങ്ങൾ, തേന് തുടങ്ങിയ പല ഭക്ഷ്യയോഗ്യമായ സാധനങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? വനത്തിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ വനമേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രധാന ഭക്ഷണം എന്താണ്? അവർക്ക് അത് ഭക്ഷണം മാത്രമല്ല, അവരുടെ ഉപജീവന മാർഗവും എന്താണ്? വനത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അതേപോലെ തന്നെ അടുത്ത് പറയുന്നത് എന്താണ്? മനുഷ്യനും മൃഗങ്ങൾക്കും, മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും എന്താണ്? ഒരുപോലെ തന്നെ ഭക്ഷ്യ വസ്തുക്കൾ ആര് പ്രദാനം ചെയ്യുന്നു? വനം പ്രദാനം ചെയ്യുന്നു. അത്രയും ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ വനമെന്ന് പറയുന്നത്. അടുത്ത് വസ്ത്രം.
വസ്ത്രം എങ്ങനെയാണ് നമുക്ക് പ്രത്യക്ഷമായിട്ട് ലഭിക്കുന്നതെന്ന് നോക്കാം. പ്രാകൃത ആളുകൾ, പ്രത്യേകിച്ച് ധ്രുവപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഇപ്പോഴും അവരുടെ വസ്ത്ര സാമഗ്രികൾ കാട്ടിൽ നിന്നും ശേഖരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാകൃതമായിട്ട്, അതേപോലെ തന്നെ നമ്മുടെ കാട്ടിൽ ജീവിക്കുന്ന, നമ്മളിപ്പോഴും നമുക്ക് കോണ്ടാക്റ്റ് ഇല്ലാത്ത പല ട്രൈബുകളും നമ്മുടെ എവിടെയുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്. ഇന്ത്യയിലെ തന്നെ ഒരു പ്രദേശത്ത് നമ്മുടെ മനുഷ്യനുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു ട്രൈബ് നമുക്കുണ്ട്, നമ്മുടെ ഒരു ദ്വീപിലുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ അവരെന്താണ്, അവരൊക്കെ പ്രാകൃതമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എന്താണ്, നമ്മൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു രാജ്യമുണ്ട്, നമ്മളിപ്പോൾ ഇത്രയും ഡെവലപ്ഡ് ആയി, നമുക്ക് ഈ പ്ലെയിനുകളുണ്ട്, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അവരിപ്പോഴും എന്താണ്, അവരൊരു പ്രാകൃത രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ്, നമ്മൾ പ്രത്യേകിച്ച് അവർ കാട്ടിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, കാട്ടിൽ നിന്ന് കിട്ടുന്ന വസ്ത്രങ്ങൾ, അങ്ങനെയൊക്കെ വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവരുണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. പ്രാകൃത ആളുകൾ പ്രത്യേകിച്ച് ധ്രുവപ്രദേശം എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ മഞ്ഞുള്ള പ്രദേശങ്ങളിൽ, നമ്മുടെ ഇഗ്ലു അറിയാമല്ലോ, അവിടെ ജീവിക്കുന്ന ആൾക്കാർ, അവരൊക്കെ എങ്ങനെയാണ്, കാടുകളിൽ നിന്ന് കിട്ടുന്ന വസ്ത്ര സാമഗ്രികൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ജീവിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഡേ ടു ഡേ ലൈഫ് കഴിഞ്ഞ് പോകുന്നത്. ഓക്കെ, അടുത്ത വാസസ്ഥലം അറിയാമല്ലോ. ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഇത് നമ്മുടെ ഇന്ത്യയിലെ ഒരു ചെറിയൊരു കാടോ എന്തോ പ്രദേശമാണ്, ഞാൻ മറന്നുപോയി. ആ ഒരു പ്രദേശത്ത് പെട്ടെന്ന് JCB വന്ന് ഇടിക്കുന്നു, എന്തൊക്കെയോ ഇടിച്ചങ്ങ് നിരത്തുന്നു, നമ്മുടെ കാടുകൾ ഇടിച്ച് നിരത്തുന്നു. അവിടെ ഉണ്ടായിരുന്നു അന്ന് രാത്രി നമ്മുടെ കുറേ വൈറലായ കുറേ വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ജീവികളിങ്ങനെ ഓരിയിടുന്ന ശബ്ദം, നമ്മുടെ മയിലുകൾ ഇങ്ങനെ പറന്നു പോകുന്ന ശബ്ദം, പല ജീവികളും രാത്രി ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്ന ആ ഒരു ഭയങ്കര ഒരു വീഡിയോ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു ഫോട്ടോയാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ വനം പല ജീവികളുടെയും സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണ്. വനം എന്ന് പറയുമ്പോൾ എന്താണ്, പല ജീവികളുടെയും അവരുടെ സ്വാഭാവികമായിട്ടുള്ള, അവർ സാധാരണ ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ്. കൂടാതെ അവ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടിയാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ ആവാസ വ്യവസ്ഥയുമാണ്, അതേപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമാണ്. നല്ല രീതിയിൽ വിനോദസഞ്ചാരം നടത്തി കഴിഞ്ഞാൽ എന്താണ്, അത് നല്ലതാണ്. അതേപോലെ തന്നെ വിനോദസഞ്ചാരം എന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ പ്ലാസ്റ്റിക് കൊണ്ട് നമ്മുടെ ടൂറിസ്റ്റുകൾ അറിയാലോ, പല രീതിയിലുള്ള ആൾക്കാരാണ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ വാസസ്ഥലത്തെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത് ഇന്ധന ആവശ്യങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ വനത്തെ സ്വാധീനിക്കുന്നത്. ഇന്ധനങ്ങളുടെ പ്രധാന സ്രോതസ്സാണ് വനങ്ങൾ. തടികൾ അറിയാമല്ലോ, തടികളും അതുമായിട്ട് ബന്ധപ്പെട്ട പല ഇന്ധന സ്രോതസ്സുകളും നമുക്ക് എന്ത് ചെയ്യുന്നു, വനങ്ങളിൽ നിന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ തേനിൽ നിന്ന് കിട്ടുന്ന മെഴുകുണ്ടല്ലോ, അതും ഒരു ഇന്ധന സ്രോതസ്സാണല്ലോ. അങ്ങനെയുള്ള പല ഇന്ധന സ്രോതസ്സുകൾ നമ്മൾ എവിടെ നിന്ന് കിട്ടുന്നു, വനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. അതിനെ ആശ്രയിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അടുത്ത് വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ. പേപ്പർ വ്യവസായം, കാർഡ്ബോർഡ്, തീപ്പെട്ടി, പ്ലൈവുഡ് മുതലായവ പ്രധാനമായും വന ഉൽപ്പന്നങ്ങളെ പൂർണ്ണമായോ ഭാഗികമായോ ആശ്രയിക്കുന്ന പ്രധാന വ്യവസായങ്ങളാണ്. അപ്പോൾ വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്, പേപ്പർ വ്യവസായം അറിയാലോ. പേപ്പർ വ്യവസായത്തിന് തടികൾ വനത്തിൽ നിന്നാണ്. കാർഡ്ബോർഡ് പെട്ടി, അതും നമ്മൾ എന്ത് ചെയ്യുന്നു, വനങ്ങളെ ആശ്രയിക്കുന്നു. തീപ്പെട്ടി, പ്ലൈവുഡ്, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ പ്രധാനമായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത് വന ഉൽപ്പന്നങ്ങളെയാണ്. ഓക്കെ, ചിലപ്പോൾ പൂർണ്ണമായും വന ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കാം, ചിലപ്പോൾ ഭാഗികമായിട്ടും എന്ത് ചെയ്യാം, വന ഉൽപ്പന്നങ്ങളെ നമ്മൾ ആശ്രയിക്കാം. ഓക്കെ, അടുത്ത് പറയുന്നത് വൃക്ഷങ്ങളുടെ തടി, ഫർണിച്ചർ, കപ്പൽ, റെയിൽ, മറ്റ് ഗതാഗത ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അറിയാമല്ലോ, വൃക്ഷങ്ങളുടെ തടി എന്തിനു ഉപയോഗിക്കുന്നു, ഫർണിച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, കപ്പൽ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുന്നു, റെയിൽ ഗതാഗതം, അങ്ങനെയുള്ള മറ്റ് ഗതാഗത ഉപകരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ തടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഒരു കപ്പൽ, ഇത് കണ്ടല്ലോ ഒരു കപ്പൽ. അപ്പോൾ കപ്പലുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം എനിക്കിവിടെ പറയാനുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതെന്താണ്, ഈ ഒരു ഫോട്ടോ, ഇത് എന്താണ്, ഇത് നമ്മുടെ കനോലീസ് പ്ലോട്ടാണ്. അറിയാലോ, കനോലീസ് പ്ലോട്ട്, നിലമ്പൂരിലെ കനോലീസ് പ്ലോട്ട്. അവിടെ എന്താണ്, കപ്പൽ നിർമ്മിക്കാനായിട്ട് കനോലി ഉണ്ടാക്കിയ ഒരു നമ്മുടെ തേക്കിൻ കാടാണ് നിലമ്പൂർ കനോലി പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് നിങ്ങൾ ഇഷ്ടംപോലെ വായിച്ചിട്ടുള്ള കാര്യമാണ്, അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഫോട്ടോയാണ് ഇവിടെ ആഡ് ചെയ്തത്. ഓക്കെ, അടുത്ത് മരത്തടികൾ ജ്വലനത്തിന് വിധേയമായി രൂപം കൊള്ളുന്ന മരക്കരി. അപ്പോൾ മരത്തടികൾ ജ്വലനത്തിന്, തീ കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്കതിന് മരക്കരി കിട്ടും. ആ ഒരു മരക്കരി എന്താണ്, വ്യത്യസ്ത വ്യാവസായിക ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അറിയാമല്ലോ, മരക്കരി നമ്മൾ എന്ത് ചെയ്യുന്നു, പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. നിങ്ങൾ തമിഴ്നാട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചില സ്ഥലങ്ങളിൽ മരങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു കൂന പോലെ, നമ്മുടെ പണ്ടത്തെ
വൈക്കോൽ തുറുണ്ടല്ലോ ഇങ്ങനെ കൂട്ടിയിട്ട്, അതേപോലെ കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു മരങ്ങൾ കത്തിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് എന്ത് ചെയ്യും, അവർ ഈ ഒരു മരക്കരി ഉൽപ്പാദിപ്പിക്കും. അത് പല ആവശ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യും, അവർ കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഉപയോഗമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മരത്തടികൾ ജ്വലനത്തിനു വിധേയമായി രൂപം കൊള്ളുന്ന മരക്കരി വ്യത്യസ്ത വ്യാവസായിക ഗാർഹിക ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ പറഞ്ഞത്. അടുത്ത് ഔഷധ സസ്യങ്ങൾ. വ്യത്യസ്ത തരം ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് വനങ്ങൾ. ഇന്നും കണ്ടെത്താത്ത പലതരം ഔഷധ സസ്യങ്ങൾ എവിടെയുണ്ട്, നമ്മുടെ വനങ്ങളിൽ ഉണ്ട്. പശ്ചിമഘട്ടത്തിലാണ് അവ കൂടുതലായി കാണപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത തരം ഔഷധ സസ്യങ്ങളുടെ കലവറയാണെന്ത്, നമ്മുടെ വനങ്ങളെന്ന് പറയുന്നു. ഓക്കെ ഓക്കെ അടുത്ത് പരിസ്ഥിതി സന്തുലിതാവസ്ഥ, ബാലൻസ് ഓഫ് നാച്ചർ. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിൽ പ്രധാനം അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് നിലനിർത്തുന്നതാണ്. അപ്പോൾ നമ്മളൊരു വനമുണ്ടെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെയും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് ആര് നിലനിർത്തും, നമ്മുടെ വനങ്ങൾ നിലനിർത്തും. ഓക്കെ, നമ്മുടെ ഡൽഹിയിൽ ഈ ഓക്സിജൻ പ്യൂരിഫയറായിട്ട് കുറേ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നമ്മുടെ ഓരോന്ന് നിർമ്മിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വനങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ നല്ല പ്യുവർ ഓക്സിജൻ എന്ത് ചെയ്യും, വനങ്ങളിൽ നിന്ന് കിട്ടും. അപ്പോൾ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം പൊസിഷൻ, പരിസ്ഥിതിയുടെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, ഒരു കല്ല് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു സൈഡിലോട്ട് ചരിഞ്ഞത് വീഴും. അപ്പോൾ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിൽ പ്രധാനം അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് നിലനിർത്തുന്നത്. എങ്ങനെയാണ്, അത് ഫോട്ടോസിന്തസിസ് വഴിയാണ്, നമുക്കറിയാം. ഓക്കെ, സസ്യങ്ങൾ ശ്വസനത്തിലൂടെ അന്തരീക്ഷത്തിലെ ജലാംശം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് സസ്യങ്ങൾ ശ്വസനത്തിലൂടെ അന്തരീക്ഷത്തിലെ ജലാംശം എന്ത് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. ഇതുവഴി അന്തരീക്ഷത്തിലെ മഴയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. എങ്ങനെയാണ് സസ്യങ്ങൾ ശ്വസനത്തിലൂടെ എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലെ ജലാംശം വർദ്ധിപ്പിക്കുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലെ മഴയുടെ അളവ് എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പ്രത്യക്ഷമായ നേട്ടങ്ങളാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പരോക്ഷമായ നേട്ടങ്ങളാണ്. അതിലൊന്നാമത്തേത് വിനോദം, യാത്ര, ടൂറിസം. അറിയാലോ, ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, നമ്മുടെ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ഒക്കെ അറിയാലോ, അത് ഇതിനൊരു ഉദാഹരണമാണ്. റിസർവ് ചെയ്തതും സംരക്ഷിതവുമായ വനങ്ങളും സങ്കേതങ്ങളും ഇപ്പോൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇതൊരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പല വിധത്തിൽ പ്രയോജനം ചെയ്യുന്നു. അപ്പോൾ കണ്ടല്ലോ, വിനോദം, യാത്ര, ടൂറിസം. അപ്പോൾ പല രാജ്യത്ത് നിന്ന് പല രാജ്യങ്ങളിലേക്കുള്ള ഒഴുക്ക് എന്ത് ചെയ്യും, കൂടും. എങ്ങനെ, നമ്മുടെ ഈ ഒരു ഫോറസ്റ്റുകളൊക്കെ കാണാൻ വരുന്ന സഞ്ചാരികൾ കണ്ടോക്കെ. അപ്പോൾ റിസർവ് ചെയ്തതും സംരക്ഷിതവുമായ വനങ്ങളും സങ്കേതങ്ങളും ഇപ്പോൾ വിനോദസഞ്ചാരികളെ എന്ത് ചെയ്യുന്നു, നല്ല വൃത്തിയായിട്ട് ആകർഷിക്കുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ ട്രാവൽ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പണാക്കി എന്താണ്, കാടുകളും ഇതൊക്കെ നിറഞ്ഞ ഒരു ട്രക്കിംഗ്, അങ്ങനെ അറിയാലോ, ആ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പല വിധത്തിൽ പ്രയോജനം ചെയ്യുന്നു. നമ്മുടെ അഗസ്ത്യാർകൂടത്തിലൊക്കെ നമ്മുടെ പല രാജ്യത്തു നിന്നും എന്ത് ചെയ്യുന്നു, നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, കാണാൻ വേണ്ടിയിട്ട് വരുന്നു. അറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ പല ബ്ലോഗ്സും കണ്ടിട്ടുണ്ടാകും. ഓക്കെ, അടുത്ത് തദ്ദേശീയരായ വ്യക്തികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിനോദസഞ്ചാരികൾക്ക് വിൽക്കാനും അവർക്ക് താമസവും ഭക്ഷണവും ഏർപ്പെടുത്തുവാനും അതുവഴി ആവശ്യമായ വരുമാനം നേടുന്നതിനും സാധിക്കുന്നു. നമ്മൾ കൊല്ലത്തെ തെന്മല ഡാമിൻ്റെ അവിടെ പോയി കഴിഞ്ഞാലും, നമ്മുടെ ട്രിവാൻഡ്രം നെയ്യാർ ഡാമിൻ്റെ അവിടെ പോയി കഴിഞ്ഞാലും, അതേപോലെ തന്നെ നമ്മുടെ പല നാഷണൽ നമ്മുടെ പെരിയാർ പോയി കഴിഞ്ഞാലും, തേക്കടി കുമരക പോയി കഴിഞ്ഞാലും, അവിടെ എന്താണ്, അവിടുത്തെ തദ്ദേശീയരായ വ്യക്തികൾക്ക് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളായാലും അവരുടെ ഉൽപ്പന്നങ്ങളായാലും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വിനോദസഞ്ചാരികൾക്ക് അത് വിൽക്കാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യും, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അവർക്കൊരു സ്വന്തമായിട്ടുള്ള സ്വയം പര്യാപ്തത എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കൈവരിക്കാൻ പറ്റും. അവരുടെ സാധനങ്ങൾ വിൽക്കാൻ പറ്റും. അതേപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഹോം സ്റ്റേകൾ, അറിയാമല്ലോ, ഹോം സ്റ്റേകൾ അവർക്ക് നിർമ്മിക്കാൻ പറ്റും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ചെറിയ തോതിലുള്ള വരുമാനം എന്ത് ചെയ്യുന്നു, അവർക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, അവിടെയുള്ള ആൾക്കാരുടെ ആ ഒരു സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. തദ്ദേശീയരായ വ്യക്തികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിനോദസഞ്ചാരികൾക്ക് വിൽക്കാനും അവർക്ക് താമസവും ഭക്ഷണവും ഏർപ്പെടുത്തുവാനും അതുവഴി ആവശ്യമായ വരുമാനം നേടുന്നതിനും എന്ത് ചെയ്യുന്നു, അവർക്ക് സാധിക്കുന്നു. ഓക്കെ, അടുത്ത് മണ്ണൊലിപ്പ് തടയുന്നു. നമ്മൾ പണ്ട് ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. മരങ്ങളുടെ വേരുകൾ എന്ത് ചെയ്യുന്നു, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ എന്നിവ തടയുന്നു. അതിലേറ്റവും നമുക്ക് പറയാം എന്താണ്, നമുക്ക് വലിയ മലകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു
മണ്ണിടിച്ചിൽ നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ നടക്കുന്നതാണല്ലോ. അതൊക്കെ തടയാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ വൃക്ഷങ്ങൾ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ മരങ്ങളുടെ വേരുകൾ, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ എന്നിവ ഇതൊക്കെ പറയേണ്ട കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണം. പല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കാടുകൾ അല്ലെങ്കിൽ വനങ്ങൾ നമ്മളെ സംരക്ഷിക്കുന്നു. നിരവധി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുമുള്ള ഒരു പ്രദേശത്തിൻ്റെ സ്വാഭാവിക സംരക്ഷണമാണ് നമ്മുടെ വനമേഖല എന്ന് പറയുന്നത്. അതിലൊന്നാമത്തേത് ബംഗ്ലാദേശിലെ സുന്ദർബൻസ് കണ്ടൽക്കാടുകൾ ക്രൂരമായി നശിപ്പിക്കുന്നത് ആ രാജ്യത്ത് ചുഴലിക്കാറ്റ് ദുരന്തങ്ങൾ ആവർത്തിക്കുവാനുള്ള കാരണമാണ്. അതിലൊന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബംഗ്ലാദേശിലെ സുന്ദർബൻസ് കാടുകൾ അവ എന്ത് ചെയ്യുന്നതാണ്, അവയെ നശിപ്പിക്കുന്നത്, അവരെ ക്രൂരമായിട്ട് നശിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ സുന്ദർബൻസ് കാടുകളെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു അളവ് ചെറിയ രീതിയിൽ കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും, അത് ആ ഒരു രാജ്യത്ത് ചുഴലിക്കാറ്റ് ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള, അത് ചുഴലിക്കാറ്റ് മാത്രമല്ല എന്ത് ചെയ്യും, കടൽ കയറും, സുനാമി അതേപോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കണ്ടൽക്കാടുകൾ ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, അതിൻ്റെ അളവ് കുറയുന്നത് മൂലം അവർക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു ബാരിയർ എന്ത് ചെയ്യുന്നു, അവർക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, നിരവധി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുമുള്ള ഒരു പ്രദേശത്തിൻ്റെ സ്വാഭാവിക സംരക്ഷണമാണ് വനമേഖല എന്ന് പറയുന്നത്. ബംഗ്ലാദേശിലെ സുന്ദർബൻസ് കാടുകൾ, സുന്ദർബൻസ് അറിയാമല്ലോ, കാടുകൾ ക്രൂരമായി നശിപ്പിക്കുന്നത് ആ രാജ്യത്ത് ചുഴലിക്കാറ്റ് ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള കാരണമാണ്. ഓക്കെ, അടുത്ത് നമുക്ക് പറയേണ്ടത് മരുഭൂമീകരണം. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായതാണ് ഒരു മരുഭൂമിയിൽ ഒരു പച്ചപ്പ് നട്ടുപിടിപ്പിക്കുന്ന ഒരു പ്രക്രിയ. ഓക്കെ, വനമേഖലയുടെ ആസൂത്രിതമായ വികസനം മരുഭൂമിയുടെ വർധനവ് തടയുന്നതിനും തരിശായ മരുഭൂമി ഫലഭൂയിഷ്ടമായ കാർഷിക ഭൂമിയാക്കി മാറ്റുന്നതിനും സഹായിക്കുന്നു. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ മരുഭൂമികളിലൊക്കെ കൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. വലിയ വിപ്ലവകരമായ കൃഷികളാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരുഭൂമിയിലാണ് എന്ത് ചെയ്യുന്നത്, അവർ കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വനമേഖലയുടെ ആസൂത്രിതമായ വികസനം മരുഭൂമിയുടെ വർധനവ് തടയുന്നതിനും തരിശായ മരുഭൂമി ഫലഭൂയിഷ്ടമായ കാർഷിക ഭൂമിയാക്കി മാറ്റുന്നതിനും എന്ത് ചെയ്യുന്നു, അവരെ സഹായിക്കുന്നു. ജൈവ വൈവിധ്യവും ജനിതക വിഭവങ്ങളും നിലനിർത്താൻ വനങ്ങൾ സഹായിക്കുന്നു. ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യം അതേപോലെ തന്നെ ജനിതകമായിട്ടുള്ള എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള വിഭവങ്ങൾ എന്ത് ചെയ്യുന്നു, അത് നിലനിർത്താൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു സ്ഥലത്തെ വനം എന്ത് ചെയ്യുന്നു, നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മരുഭൂമീകരണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഇനി അടുത്ത നമുക്ക് വേറൊരു ടോപ്പിക്കാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും വിവിധ ഇനം വനങ്ങളാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും മതി ഇന്നത്തെ ടോപ്പിക്ക്. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. വലിയ നമ്മൾ തല പുകയേണ്ട കാര്യങ്ങളൊന്നും നമ്മളിന്ന് പഠിച്ചില്ല. ചെറിയ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നുണ്ടോ എന്നൊന്ന് പറയുക. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കാണുന്നവർ ക്ലാസ് എങ്ങനെയുണ്ട്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.